ന്യൂസ് 16 കേരള. സൗദിയിലെത്തി 4-ാം ദിവസം പാർക്കിൽ മരിച്ച നിലയിൽ തിരിച്ചറിയാനാവാതെ 45 ദിവസം. ഒടുവിൽ തെലങ്കാന സ്വദേശിയുടെ മൃതദേഹം നാട്ടിലെത്തി. പുതിയ തൊഴിൽ വിസയിൽ റിയാദിലെത്തിയ ദിവസം വീട്ടിലേക്ക് വിളിച്ചതാണ്. പിന്നീട് ഒരു വിവരവുമില്ലാതായി. 2 മാസത്തിനു ശേഷം വീട്ടിലെത്തിയത് ചേതനയറ്റ ശരീരം. തെലങ്കാന ഷബ്ദിപൂർ കമറട്ടി സ്വദേശി മുഹമ്മദ് ഷെരീഫ് ആണ് ഈ ഹതഭാഗ്യൻ. കഴിഞ്ഞ ജൂൺ 3-ന് റിയാദിലെ ഒരു സ്വകാര്യ ശുചീകരണ കമ്പനിയിലേക്ക് ഡ്രയർ വിസയിലാണ് യുവാവ് എത്തിയത്. അസീസിയയിലെ കമ്പനി വക താമസ സ്ഥലത്ത് എത്തിയ ഉടൻ നാട്ടിലുള്ള ഭാര്യയെ വിളിക്കുകയും താനിവിടെ സുരക്ഷിതമായി എത്തിയെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. ആ ഒറ്റ വിളിക്കപ്പുറം ഒരു വിവരവും പിന്നീടുണ്ടായില്ല. വിളിച്ച നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു നോക്കിയെങ്കിലും കിട്ടിയില്ല. 45-ാം ദിവസം റിയാദിലെ സാമൂഹിക പ്രവർത്തകൻ ഷിഹാബ് കൂട്ടുകാടിന് അസീസിയ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു വിളി വന്നു. ഇന്ത്യക്കാരനെന്ന് തോന്നിക്കുന്ന ഒരാളുടെ മൃതദേഹം ഷുമൈസി ആശുപത്രി മോർച്ചറിയിലുണ്ട്. 45 ദിവസമായി. ആളുടെ പേരോ നാടോ മറ്റു വിവരങ്ങളോ ഇല്ല. സ്പോൺസറുടെയും ജോലി ചെയ്യുന്ന കമ്പനിയുടെയും വിവരങ്ങളുമില്ല. അധികം നാൾ അജ്ഞാത വിലാസത്തിൽ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കാനാവില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് പോലീസ് ഇന്ത്യൻ എംബസി വളണ്ടിയർ കൂടിയായ ഷിഹാബിനെ വിളിച്ചത്. കിട്ടിയ അവ്യക്തമായ ചില സൂചനകൾ വെച്ച് ഷിഹാബ് നടത്തിയ അന്വേഷണത്തിൽ ആളെക്കുറിച്ചുള്ള ഏകദേശ വിവരങ്ങൾ സംഘടിപ്പിക്കാനായി. അസീസിയയിലെ ഒരു പാർക്കിലാണ് മരിച്ചു കിടന്നതെന്ന് പോലീസ് വ്യക്തമാക്കി. അത് ജൂൺ 7-നായിരുന്നു. നാട്ടിൽ നിന്നെത്തിയതിന്റെ 4-ാം ദിവസം. ഹൃദയാഘാതമായിരുന്നു മരണകാരണം. പോലീസും ഫയർഫോഴ്സും എല്ലാം എത്തിയാണ് മൃതദേഹം ഷുമൈസി ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയത്. ഷിഹാബിന്റെ അന്വേഷണത്തിൽ മുമ്പ് ഇയാൾ റിയാദിൽ 4-5 വർഷം ജോലി ചെയ്തിട്ടുണ്ടെന്നും നാട്ടിൽ പോയ ശേഷം പുതിയ വിസയിൽ വന്നതാണെന്നുമുള്ള വിവരങ്ങൾ കിട്ടി. എംബസിയിൽ നിന്ന് പഴയ പാസ്പോർട്ടിന്റെ വിവരങ്ങളും സംഘടിപ്പിക്കാനായി. അതുപ്രകാരം നാട്ടിലെ റീജിയണൽ പാസ്പോർട്ട് ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ അവിടെയുള്ള രേഖയിൽ നിന്ന് അന്നത്തെ നാട്ടിലെ ഫോൺ നമ്പർ കിട്ടി. അതിലേക്ക് ഷിഹാബ് വിളിച്ചപ്പോൾ ഷെരീഫിന്റെ ഭാര്യയാണ് എടുത്തത്. മരിച്ച വിവരം പറഞ്ഞില്ല. പകരം സഹോദരന്റെയും റിക്രൂട്ടിംഗ് ഏജന്റിന്റെയും നമ്പറുകൾ വാങ്ങി. അവരോട് മരണവിവരം പറഞ്ഞു. അങ്ങനെ 47 ദിവസത്തിന് ശേഷം മരണവിവരം നാട്ടുകാർ അറിഞ്ഞു. അവർ ദമാമിലുള്ള ബന്ധുവിന്റെ നമ്പർ ഷിഹാബിന് കൊടുത്തു. അദ്ദേഹം റിയാദിലെത്തി മൃതദേഹം തിരിച്ചറിഞ്ഞു. എംബസിയുടെ നിർദ്ദേശപ്രകാരം ഷിഹാബ് കമ്പനി അധികൃതരെ സമീപിച്ചു. മരണവിവരം അവരും അറിഞ്ഞിരുന്നില്ല. ജോലിക്ക് ചേർന്നിട്ട് പിറ്റേന്ന് തന്നെ കാണാതായതിനാൽ കമ്പനി അധികൃതർ സൗദി പാസ്പോർട്ട് ജവാസാത്ത് ഡയറക്ടറേറ്റിന് പരാതി നൽകി. ഒളിച്ചോടിയവരുടെ ഹുറൂബ് പട്ടികയിൽപ്പെടുത്തിയിരുന്നു. ഷിഹാബ് പറയുമ്പോഴാണ് മരണവിവരം അവരും അറിയുന്നത്. പാസ്പോർട്ട് കമ്പനിയിലുണ്ടായിരുന്നു. പിന്നെയെല്ലാം വേഗത്തിലായിരുന്നു. എംബസി NOC നൽകുകയും ഹുറൂബ് നീക്കുന്നതും മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകുന്നതിനുമുള്ള രേഖകൾ ശരിയാക്കുന്നതുമടക്കം എല്ലാ നടപടിക്രമങ്ങളിലും കമ്പനി അധികൃതർ നന്നായി സഹകരിച്ചു. മൃതദേഹം നാട്ടിലേക്ക് അയക്കാനുള്ള മുഴുവൻ ചെലവും വഹിക്കാനും കമ്പനി തയ്യാറായി. അങ്ങനെ 2 മാസത്തിന് ശേഷം മൃതദേഹം ഉറ്റവരുടെ അടുത്തെത്തി. ജമാലുദ്ദീൻ മുഹമ്മദാണ് പിതാവ്. മാതാവ് മദാർ വി. ഭാര്യ ഫാത്തിമ. 2 മക്കളുണ്ട്. ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.